ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ഏതൊരു വസ്തുവും ചലിക്കുവാൻ ഊർജം ആവശ്യമാണ്. നമ്മുടെ സാധാരണ ബൈക്കുകൾ, കാറുകൾ തുടങ്ങിയ വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഏത് തരം വാഹനമാണെങ്കിലും അത് ചലിക്കാനൊരു ഊർജം ആവശ്യമാണ്. ഊർജത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഊർജം ആവശ്യമാണെങ്കിലും എല്ലാ വാഹനങ്ങൾക്കും ഒരേ സ്രോതസ്സായിരിക്കില്ല. എന്നാൽ ഒരു ക്രിസ്തുഭക്തനെ സംബന്ധിച്ച്, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിനും അവർക്കാകെ ഉള്ള ഊർജം എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ നിന്നാണ് ലഭിക്കുന്നത്. അതിൻ്റെ സ്രോതസ്സാവട്ടെ ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം വായിക്കട്ടെ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെന്നിട്ടുള്ള ഏതൊരാളും നിരാശയോടെ മടങ്ങേണ്ടി വന്നിട്ടില്ല എന്നത് ഓരോരുത്തരുടെയും ജീവിത അനുഭവം മാത്രമാണ്. ഇതിനകത്ത് അതിശയോക്തിയുടെ യാതൊരു ആവശ്യവുമില്ല, അതിൻ്റെ സാധ്യതയുമില്ല. പ്രശ്നം എന്തു തന്നെയാണെങ്കിലും പരിഹാരം കർത്താവിൽ ഉണ്ട് എന്നത് നിശ്ചയമാണ്. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ്. എന്തൊരു ഉറപ്പാണ് നോക്കിക്കേ. സത്യത്തിൽ ഇത് പ്രാർത്ഥനയെ സംബന്ധിച്ച് കർത്താവ് നൽകുന്ന വാഗ്ദത്തമാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുമ്പോൾ ആർക്കും സംശയം ഉണ്ടാകരുത്. അതിങ്ങനെയാണ്: നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നവല്ലോ. ആദ്യം പറഞ്ഞത് യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ യാചിക്കും മുമ്പ് നമ്മുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് ദൈവത്തിനറിയാം, പിതാവിനറിയാമെന്ന്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയരുത് എന്ന അർത്ഥത്തിലല്ല നമ്മളത് വ്യാഖ്യാനിക്കേണ്ടതും പഠിക്കേണ്ടതും. അബ്ബാ, പിതാവേ എന്ന് വിളിക്കാൻ നമുക്ക് ദൈവം അവകാശം തന്നിരിക്കുന്നെങ്കിൽ ആ പിതാവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതിലും തെറ്റൊന്നുമില്ല. കർത്താവിൽ പ്രസിദ്ധനും ഭക്തനും പ്രാർത്ഥനാവീരനുമായിരുന്ന ജോർജ് മുള്ളറെ അറിയാത്തവരായിട്ട് ഒരുപക്ഷെ ആരും തന്നെ ഉണ്ടാവില്ല. അനവധി ആവശ്യങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ വയ്ക്കുമ്പോൾ താൻ ആകെ ഒറ്റ വാഗ്ദത്തമാണ് ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് കർത്താവ് പറഞ്ഞ വാഗ്ദത്തം. പല സ്ഥലങ്ങളിലായി 10,000-ത്തിലധികം അനാഥ കുഞ്ഞുങ്ങളെ വളർത്തുന്ന തൻ്റെ അനാഥാലയങ്ങളിൽ ഓരോ ദിവസവും അതിൻ്റെ നടത്തിപ്പും ചുമതലയും വാസ്തവത്തിൽ ദൈവത്തിന് തന്നെ ആയിരുന്നു. ഇന്ന് ചിലരെങ്കിലും ചെയ്യുന്നത് പോലെ സ്പോൺസറെ കണ്ടെത്തലും അതിനുള്ള പരസ്യം കൊടുക്കലും ഒന്നും അദ്ദേഹത്തിന് ശീലമില്ലായിരുന്നു. കാരണം ഞാൻ ചോദിച്ചാൽ തരുവാൻ ഒരു ദൈവമുണ്ട് എന്ന ഉറപ്പ് ദൈവവചനത്തിൽ നിന്നും താൻ നേടിയിട്ടുണ്ട്. ഓരോ ആവശ്യങ്ങൾ നേരിടുമ്പോഴും ആവശ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കി വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു താൻ. ദൈവത്തിൽ നിന്ന് മറുപടി ലഭിച്ചാൽ അതിനായിട്ട് ദൈവത്തോട് നന്ദി കരറ്റുവാനും താൻ മടിച്ചിട്ടില്ല, മറന്നിട്ടില്ല. ഇത്രയും പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ട് ദൈവാത്മാവിനെ നിർബന്ധിക്കുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ പറയട്ടെ, നിങ്ങളും ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ ദീർഘനാളുകളായിട്ട് കാത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കിട്ടുക തന്നെ ചെയ്യും, ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പോടെ വിശ്വസിച്ചുകൊണ്ട് തുടർന്നും പ്രാർത്ഥിക്കുക. തന്നെയുമല്ല, ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ജോർജ് മുള്ളർ ദൈവത്തിന് നന്ദി കരയറ്റിയതുപോലെ നിങ്ങൾക്കും ദൈവം ഒരവസരം തരും. അതായത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയതിലുള്ള സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി കരയറ്റുവാനുള്ള അവസരം. ഒരിക്കൽ ഇദ്ദേഹം തൻ്റെ 5 സ്നേഹിതരുടെ പേരുകൾ എഴുതി വെച്ച് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അവരിൽ 4 പേരും രക്ഷിക്കപ്പെട്ടു, ഒരാൾ മാത്രം രക്ഷിക്കപ്പെട്ടില്ല. തൻ്റെ മരണം വരെ ആ വ്യക്തിയുടെ രക്ഷയ്ക്ക് വേണ്ടി നിരന്തരമായി ജോർജ് മുള്ളർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ആ മനുഷ്യനെക്കുറിച്ച്, തൻ്റെ രക്ഷയുടെ പദ്ധതിയെക്കുറിച്ചുള്ള യാതൊരു അറിവും ലഭിക്കാതെയാണ് ജോർജ് മുള്ളർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രസ്തുത സ്നേഹിതൻ ആ ശുശ്രൂഷയിൽ കടന്നു വരികയും മുള്ളറിൻ്റെ മൃതദേഹത്തിൽ കമിഴ്ന്ന് വീണുകൊണ്ട്, സ്നേഹിത, നീ എനിക്ക് വേണ്ടി എത്രമാത്രം ഭാരത്തോടെ പ്രാർത്ഥിച്ചിരുന്നു, ഇനിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. എന്തിന് അധികം പറയുന്നു, ആ പ്രത്യേക സാഹചര്യത്തിൽ ആ മനുഷ്യൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്തു. ദൈവപൈതലേ, കർത്താവ് വിശ്വസ്തനാണ്. മറുപടി താമസിച്ചാലും ലഭിക്കാതിരിക്കില്ല.
സത്യത്തിൽ താമസിച്ചാലും എന്ന വാക്ക് തെറ്റാണ്. കാരണം എല്ലാം ദൈവം ചെയ്യുന്നത്, കർത്താവ് ചെയ്യുന്നത് തക്ക സമയത്താണ്. നിരവധി പിതാക്കന്മാരുടെയും വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയും അതിൻ്റെ മറുപടിയും തിരുവചനത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. വിശ്വസിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ചിട്ട് വിശ്വസ്തയോടെ വിശ്വാസത്തോടെ തുടർന്നും പ്രാർത്ഥിക്കുവാനും അതിൻ്റെ മറുപടി കാണും വരെ ദൈവസന്നിധിയിലിരിപ്പാനും ഓരോരുത്തരെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.